ഹലോ ഫ്രണ്ട്സ്, കോബ് വെബ് തിയറം എന്താണെന്നാണ് നമ്മളിത് നോക്കുന്നത്. സിംപ്ലി കോബ് വെബ് തിയറം അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസസിലും ഔട്ട്പുട്ടിലും റെഗുലറായിട്ട് കണ്ടുവരുന്നൊരു സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോബ് വെബ് തിയറം അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസസിലും ഔട്ട്പുട്ടിലും റെഗുലറായിട്ട് കണ്ടുവരുന്ന സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസിൻ്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു തിയറി നമ്മുടെ റിയൽ ലൈഫിലെ ഒരു സ്റ്റോറി മീൻസ് നമ്മളെപ്പോഴും കണ്ടുവരുന്ന ഒരു ഇൻസിഡൻസ് വെച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ആദ്യം ആ ഒരു കഥ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട്, ഈ ഡയഗ്രം 3 ഡയഗ്രംസ് ഉണ്ട്, അതെങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പഠിക്കാം അതിനുള്ള ട്രിക്സ് പറഞ്ഞുതരാം. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനും അതുപോലെ തന്നെ സെറ്റ്, നെറ്റ്, PSCയുടെ എക്സാംസ് പോലുള്ള എല്ലാ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസും ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വീഡിയോയിൽ പോകുന്തോറും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിത് എന്നെന്നും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ഒരു വട്ടം കണ്ട് ഒരു എക്സാം എഴുതി അതവിടെ പോയി, അങ്ങനെയല്ല, നിങ്ങളുടെ കരിയറും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ രീതിക്കുള്ള ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. യൂസ്ഫുള്ളായിരിക്കുന്ന രീതിയിൽ എല്ലാ പോയിൻറ്റ്സും പറഞ്ഞ് നമുക്ക് പോകാം, എന്നാൽ ഒരുപാട് സമയം എടുക്കാതെ നോക്കാം. ഫസ്റ്റ് ആ ഒരു സ്റ്റോറി പറയാം. ഒരു കർഷകൻ, അദ്ദേഹം ഉള്ളി കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ. അദ്ദേഹം ഉള്ളി കൃഷി ചെയ്തത് മാർക്കറ്റിൽ എത്തിച്ചാൽ അദ്ദേഹത്തിന് 1 കിലോയ്ക്ക് ഏകദേശം 50 രൂപ അദ്ദേഹത്തിന് കിട്ടും. ഓക്കെ, 5 റുപ്പീസ് കിട്ടും, 50 റുപ്പീസ് കിട്ടും. ദെൻ അങ്ങനെ ഇരിക്കെ മാർക്കറ്റിൽ എന്തൊക്കെയോ കുറേ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ മഴ വന്നു, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു, തക്കാളിയുടെ വില 1 കിലോയ്ക്ക് 200 രൂപയായി. അപ്പം ഇത് കണ്ടപ്പോൾ ആ ഉള്ളി കൃഷി ചെയ്ത കർഷകൻ ചിന്തിച്ചു, ഉള്ളി കൃഷി ചെയ്താലും തക്കാളി കൃഷി ചെയ്താലും ഏകദേശം അതിൻ്റെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷനും അതിന് മെനക്കേടും ഒക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ അദ്ദേഹം എന്താ ചിന്തിക്കുക, നമുക്ക് കുറച്ചുകൂടെ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി കൃഷി ചെയ്യാമെന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഉള്ളിയെല്ലാം പിഴുത് മാറ്റി അവിടെ തക്കാളി കൃഷി ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ തക്കാളിയുടെ വില 200 രൂപ ആയത് 2024 ജനുവരിയിലാണ്. പക്ഷേ ഈ 2024 ജനുവരിയിൽ തക്കാളിയുടെ വില 200 രൂപ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആ ജനുവരി മാസം തന്നെ കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ തക്കാളി എത്തിക്കാൻ പറ്റുമോ? ഇല്ല. ഫെബ്രുവരിയിൽ പറ്റുമോ? ഇല്ല. അപ്പോൾ തക്കാളി കൃഷി ചെയ്ത് അത് ഏകദേശം വിളവെടുക്കാറാവുമ്പം ഒരു 6 മുതൽ മാക്സിമം ഒരു 1 ഇയർ എന്തായാലും എടുക്കും. അപ്പം ഈ ഒരു 2024 പ്രൈസ് ഇൻക്രീസ് ചെയ്തതിന് ആനുപാതികമായിട്ട് ഒരു വർഷം, അതായത് ഈ 2024 ജനുവരിയിൽ അദ്ദേഹം തക്കാളി നട്ടാലും ഒരു ഏകദേശം 8 മാസം മാക്സിമം 1 ഇയർ എടുക്കും. അപ്പം ഇതിന് ആനുപാതികമായിട്ട് 2025 ജാനുവരിയിലായിരിക്കും അദ്ദേഹത്തിന് ഈ തക്കാളിയുടെ സപ്ലൈ കൂട്ടാൻ കഴിയുന്നത്, ഈ ഒരു പ്രൈസ് ഇൻക്രീസിന് ആനുപാതികമായിട്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഡിമാൻഡിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും? ഇന്നിപ്പോൾ രാവിലെ തക്കാളിയുടെ വില 200 രൂപയെന്ന് നമ്മൾ അറിയുന്നു. അപ്പം നമുക്ക് ഇപ്പം തന്നെ ചിന്തിക്കാം എന്താണ്, അല്ലെങ്കിൽ ഇപ്പം തന്നെ തീരുമാനം എടുക്കാം, ഇന്ന് രാവിലെ ദോശയ്ക്ക് എനിക്ക് തക്കാളി ചട്നി വേണ്ട, തേങ്ങ ചട്നി മതി എന്ന് പറഞ്ഞ് നമുക്ക് ഡിമാൻഡ് അപ്പം തന്നെ മാറ്റാം. കൺസംഷൻ അപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. അവിടെ ഡിമാൻഡിൽ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് അപ്പം തന്നെ സഡനായിട്ട് ചേഞ്ചസ് ഉണ്ടാകും. അതായത് ഡിമാൻഡിലും പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് അവിടെ ലാഗൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ സപ്ലൈ അങ്ങനെയല്ല. സപ്ലൈ 2024 ജനുവരിയിൽ ഉള്ള പ്രൈസിന് ആനുപാതികമായിട്ട് 2025 ജനുവരിയിലാണ് കൂടിയത്. അപ്പോൾ അവിടെ ഒരു ലാഗ് വരുന്നുണ്ട്. പ്രൈസ് കൂടുന്ന അതേ ടൈമിൽ തന്നെ സപ്ലൈ മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയുന്നില്ല. ആ പ്രൈസിലെ ഇൻക്രീസും സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതും തമ്മിലൊരു ലാഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ലാഗ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു സപ്ലൈ ലാഗുണ്ട്. ആ ഒരു സപ്ലൈ ലാഗാണ് ഇതിനെല്ലാം റീസൺ. ദെൻ ഡിമാൻഡിലാണെങ്കിലോ, ഡിമാൻഡിൽ ലാഗൊന്നുമില്ല. ഈ 2 കാര്യം ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത്, മാർക്കറ്റിൽ അദ്ദേഹം എന്ത് ചെയ്തു, തക്കാളി എത്തിച്ചു. തക്കാളി മാർക്കറ്റിൽ എത്തിയപ്പോഴാണ് അവിടെ ട്വിസ്റ്റ് സംഭവിച്ചത്. ഈ ഉള്ളി കൃഷിയുടെ കർഷകനെ പോലെ ആ ഒരു എക്കോണമിയിലുണ്ടായിരുന്ന മത്തൻ കൃഷി ചെയ്തതും വെണ്ട കൃഷി ചെയ്തതും മുളക് കൃഷി ചെയ്തതും ഇങ്ങനെ കുറേ കർഷകരെല്ലാം ഈ തക്കാളിയുടെ വില കൂടിയത് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഇവരത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കർഷകനെ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കർഷകരും ഈ ഒരു
തക്കാളിയുടെ ഹൈ പ്രൈസിൽ അട്രാക്റ്റഡ് ആയിട്ട് വളരെയധികം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം തക്കാളി കൃഷിയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? മാർക്കറ്റിൽ തക്കാളി വന്ന് കുമിഞ്ഞുകൂടി. ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സപ്പോസ് 100 കിലോയുടെ ഡിമാൻഡാണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. 100 കിലോ തക്കാളി ഉണ്ടെങ്കിൽ ഒരു ദിവസം 100 കിലോ തക്കാളി പോവും, എല്ലാ കൺസ്യൂമേഴ്സിനും കൂടി ചേർന്ന്. പക്ഷേ അവിടെ എന്തോ ചെയ്തു, മാർക്കറ്റിൽ എല്ലാം കൂടി എല്ലാ കർഷകരും ഒരുമിച്ച് തക്കാളി കൊണ്ടുവന്നപ്പോൾ അവിടെ 1000 കിലോ തക്കാളി അവിടെ എത്തി. അപ്പോൾ ബാക്കി അവിടെ 900 കിലോയുടെ എക്സസ് സപ്ലൈ വന്നു, അധികമായിട്ട് അവിടെ സപ്ലൈ കൂടി. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം ഈ കർഷകൻ എന്ത് ചെയ്യുമെന്നറിയോ, കൺസ്യൂമേഴ്സിന് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചല്ലോ എന്താണ്, തക്കാളി ചട്നി വേണ്ട, തേങ്ങ ചട്നി മതിയെന്ന്. അപ്പോൾ നമ്മുടെ ഡിമാൻഡും കുറയും. മേ ബി ഒരു 100 കിലോ ഒക്കെ ഡിമാൻഡ് ഉണ്ടാവണമെന്നില്ല, കാരണം പ്രൈസ് കൂടിയത് കൊണ്ട് തന്നെ. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ഇതിൻ്റെ വില അങ്ങ് കുറയും. എങ്ങനെ കുറയും? 200 രൂപ എന്നുള്ളത് 100 ആകും, പിന്നെ അതെന്താവും 50 ആകും. കാരണം എന്താണ്, ഈ തക്കാളിക്കൊരു പ്രശ്നമുണ്ട്. തക്കാളി പോലുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാലം കേടുകൂടാണ്ടിരിക്കത്തില്ല, പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും മുടക്കിയ പൈസയിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് കർഷകൻ എന്ത് ചെയ്യും? 100 രൂപ ആക്കും, 50 രൂപയാക്കും, 20 രൂപ വരെ ആക്കും. നമുക്കറിയാം ചില ടൈമിൽ പെട്ടെന്ന് തക്കാളിയുടെ വില, സവാളയുടെ ഒക്കെ വില 100, 150, 200 ഒക്കെ ആയിട്ട് അത് പെട്ടെന്ന് തിരിച്ച് 20 രൂപയിലൊക്കെ എത്തും, ഇല്ലേ? അപ്പം ഇതാണ് റീസൺ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? മാർക്കറ്റിൽ സപ്ലൈ ഭയങ്കരമായിട്ട് കയറിയാൽ കൂടിയപ്പം പ്രൈസ് നേരെ തിരിച്ച് താഴേക്ക് വന്നു. ഈ സപ്ലൈ എങ്ങനെയാണ് കൂടിയത്? പ്രൈസ് കൂടിയത് കൊണ്ടാണ് സപ്ലൈ കൂടിയത്. അപ്പോൾ ഇങ്ങനെ ഈ പ്രൈസിലും സപ്ലൈയിലും ഉണ്ടാകുന്ന ചേഞ്ചസ്, അപ്പം അത് ഏതൊക്കെ രീതിയിൽ ചേഞ്ചസ് ഉണ്ടാക്കും? 3 രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങളുടെ മനസ്സിലിരിക്കുക. എന്താണ് സപ്ലൈ ലാഗെന്നും ഡിമാൻഡ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദെൻ നമുക്കിനി തിയറിയിലേക്ക് പോവാം. ഈ ഒരു സ്റ്റോറി മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ നോക്കാം. നമ്മുടെ കോബ് വെബ് തിയറിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇക്കോണമിസ്റ്റാണ്. ഒരു 4 ഇക്കോണമിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ പേരുകൾ എന്തായാലും ഓർത്തിരിക്കണം. കാരണം എന്തെന്നറിയോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് വരുമ്പോൾ ഒരു 4 അല്ലെങ്കിൽ 5 ഇക്കോണമിസ്റ്റിൻ്റെ പേര് കൊടുത്തിട്ട് അവർ ചോദിക്കും ഈ ഒരു തിയറിയായിട്ട് റിലേറ്റ് ചെയ്ത ഇക്കോണമിസ്റ്റ് ആരൊക്കെ എന്ന് ചോദിച്ചിട്ട് 1 and 2, 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും. അപ്പം ഈ പേര് ഓർത്തിരുന്ന് നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തിയറിയായിട്ട് ബന്ധപ്പെട്ട എക്കോണമിസ്റ്റ് ഹെൻറി ഷട്ട്സ്, അമേരിക്കൻ എക്കോണമിസ്റ്റാണ്. ജാൻ ടിൻബർഗൻ, അതുപോലെ തന്നെ ആൽതസ് ഹനായ്. അപ്പോൾ ഇവരാണ് തിയറിയായിട്ട് അസോസിയേറ്റ് ചെയ്തതെങ്കിലും കോബ് വെബ് എന്ന് പറയുന്നൊരു ടേം ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് 1934 നിക്കോളാസ് കാൽഡർ ആണ്. ഓർത്തിരിക്കുക. അപ്പോൾ 4 എക്കോണമിസ്റ്റിൻ്റെ പേരായി. ദെൻ ബേസിക്കലി കോബ് വെബ് തിയറം ഈ ഒരു സപ്ലൈ ഡിമാൻഡ് ഡിസിഷനിലുണ്ടാകുന്ന ടൈം ലാഗ് മൂലമാണ് ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഫ്ലക്ച്വേഷൻസ്, സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നതെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, പ്രൈസിലുണ്ടാകുന്നതിന് ആനുപാതികമായിട്ട് സപ്ലൈ ഡിസിഷനിൽ ചേഞ്ച് ഉണ്ടാകില്ല, അവിടെ ഒരു ലാഗ് വരും. പക്ഷേ ഡിമാൻഡിലാണെങ്കിലോ, ഡിമാൻഡിൽ നമുക്ക് സഡൻ ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റും, ഡിമാൻഡിലൊരു ലാഗില്ല. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വന്നില്ലേ? ഡിമാൻഡിലാണെങ്കിൽ ലാഗില്ല, സപ്ലൈയിലാണെങ്കിലോ ലാഗുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലക്ച്വേഷൻസിനുള്ള റീസൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിസിഷനിലുള്ള ടൈം ലാഗാണെന്ന് പറയുന്നു. ദെൻ എന്താണ് സപ്ലൈ ലാഗെന്ന് നമുക്ക് നോക്കാം. സപ്ലൈ ലാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് സപ്ലൈയിലുണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു റെസ്പോണ്ടിന് ഒരു ടൈം ലാഗ് ഉണ്ടാവും. ആ ഒരു ടൈം ലാഗിനെയാണ് എന്തെന്ന് പറയുന്നത്? സപ്ലൈ ലാഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 2024 ജനുവരിയിലാണ് തക്കാളിയുടെ പ്രൈസ് കൂടിയത്. പക്ഷേ അതിന് ആനുപാതികമായിട്ട് എന്നാണ് 2024 പ്രൈസ് കൂടിയതിന് ആനുപാതികമായിട്ട് 2025 സപ്ലൈ ഇൻക്രീസ് ചെയ്തത്. അവിടെ ഒരു ലാഗ്, ഒരു വർഷത്തെ ഒരു ടൈം ലാഗ് വന്നില്ലേ? അതാണ് സപ്ലൈ ലാഗ് എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലായി. ദെൻ ഈ ഒരു സപ്ലൈ ലാഗ് മൂലം എന്തുണ്ടാകുന്നു? പ്രൈസിലും ക്വാണ്ടിറ്റിയിലും ഓസിലേഷൻ, അതായത് ഒരു ചേഞ്ച്, ഏറ്റക്കുറിച്ചിൽ വരുന്ന പറയുന്നില്ലേ? കൂടുന്നു, സപ്ലൈ കൂടുന്നു, പ്രൈസ് കുറയുന്നു, അഗൈൻ പ്രൈസ് കൂടുന്നു, പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനുള്ള റീസൺ ഈ ഒരു സപ്ലൈ ലാഗാണെന്ന് പറയുന്നു. ദെൻ ഇനി ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ഒരു കോബ് വെബ് മോഡലിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? സപ്ലൈ എന്ന് പറയുന്നത് പ്രൈസിൻ്റെ ഒരു ലാഗ്ഡ് ഫങ്ഷനാണ്. ഓക്കെ, അവിടെ ഒരു ലാഗ് വരുന്നുണ്ട്. നമ്മളത് മാത്തമെറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ST ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് PT - 1. അതായത് ST, ഈ T എന്ന് പറയുന്നത് ഒരു ടൈം പീരീഡാണ്. T
ടി എന്ന് പറയുന്നത് ഏത് ടൈം പീരീഡായിട്ട് നമുക്ക് എടുക്കാം? ടി എന്ന് പറയുന്നത് 2024 അങ്ങനെയാണെങ്കിൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് 2024 സപ്ലൈ എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷനാണ്? P(T-1). ഈ ടി എന്ന് പറയുന്നത് 2024 T-1. പി എന്ന് പറയുന്നത് പ്രൈസ്, ടി എന്ന് പറയുന്നത് 2024 -1 എന്ന് പറയുമ്പോൾ 2024 നിന്ന് 1 പോയാൽ 2023. അതായത് 2024 സപ്ലൈ 2023 പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ 2023 പ്രൈസിന് ആനുപാതികമായിട്ടാണ് 2024 സപ്ലൈ നിൽക്കുന്നത്. സിംപ്ലി കറണ്ട് ആയിട്ടുള്ള സപ്ലൈ പ്രീവിയസ് പ്രൈസിൻ്റെ ഒരു ഫംഗ്ഷനാണെന്ന് ഓർത്തിരിക്കുക. പിന്നൊരു കാര്യം പറയുന്നത്, ഇവിടെ ഡിമാൻഡിൽ ലാഗില്ല. നമ്മൾ പറഞ്ഞു നമുക്ക് അന്ന് തന്നെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കൺസംഷൻ, നമ്മുടെ ഡിമാൻഡ് കട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവിടെ കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കറണ്ട് ഇയറിലെ പ്രൈസിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ദെൻ കോബോബ് തിയറം, നമുക്ക് 3 തിയറംസ്, 3 രീതിയിലുള്ള കോബോബ് ഉണ്ട്. നമുക്ക് അത് നോക്കാം എന്താണെന്നുള്ളത്. ഫസ്റ്റ്, അതിന് മുന്നേ നിങ്ങൾ ആ ഡയഗ്രാംസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 3 കൺസെപ്റ്റുകൾ അറിയണം. നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. അതായത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിൻ്റ്. ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിൻ്റാണ്, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന പോയിൻ്റാണ്. അപ്പം ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഇക്വിലിബ്രിയം പ്രൈസോടെ ഡിറ്റർമൈൻ ചെയ്യുന്നു. അവിടെ എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ മാക്സിമം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രൈസിനൊരു പ്രഷറും ഇല്ല. അതായത് അവിടുന്ന് മൂവ് ചെയ്യാനുള്ള, കൂടാനോ കുറയാനുള്ള ടെൻഡൻസി ഇല്ല. അതാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ. അവിടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കും ഇക്വിലിബ്രിയത്തിൽ. ദെൻ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, എക്സസ് ഡിമാൻഡ്. ഇവിടെ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എത്രയാണ് ക്വാണ്ടിറ്റി സപ്ലൈഡ്, എത്രയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ പ്രൈസ് എടുത്തു, ആ ഒരു പ്രൈസിൽ ഡിമാൻഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കർവിൽ നിന്ന് നേരെ ഈ ഒരു ക്വാണ്ടിറ്റി ആക്സിസിലേക്ക് നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയുമാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇനി ഈ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എത്രയാണ് സപ്ലൈ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് നേരെ ഇങ്ങോട്ടേക്ക് വരച്ച് സപ്ലൈ കർവിൻ്റെ എവിടെയാണോ അത് മുട്ടുന്നത് അവിടെ നിന്ന് നേരെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൈസിലുള്ള ക്വാണ്ടിറ്റി സപ്ലൈയും ഡിമാൻഡും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇതെല്ലാം നമ്മൾ ഫണ്ടമെൻ്റൽ കോഴ്സിൽ നമുക്ക് പഠിക്കാം. ഒരു ഗ്രാഫ് എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി, ഈ ഒരു പ്രൈസിലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കർവിൽ നിന്ന് നേരെ താഴേക്കൊരു ലൈൻ വരയ്ക്കുന്നു, ഒരു വേർട്ടിക്കൽ ലൈൻ ക്വാണ്ടിറ്റി ആക്സിസിലേക്ക്. ഇതാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി സപ്ലൈഡ് അറിയണമെന്നുണ്ടെങ്കിൽ അതേ പ്രൈസിൽ അത് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ സപ്ലൈ കർവിൻ്റെ അവിടെ നിന്ന് നേരെ താഴെ, അത് സപ്ലൈ കർവിൻ്റെ എവിടെ ഒന്ന് തട്ടുന്നു അവിടെ നിന്ന് നേരെ താഴേക്ക് എടുക്കുക. അപ്പം സപ്ലൈ കർവിൽ നിന്ന് ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് നമുക്ക് ലൈൻ വരച്ചാൽ ക്വാണ്ടിറ്റി സപ്ലൈഡും ഡിമാൻഡ് കർവിൽ നിന്ന് നേരെ ക്വാണ്ടിറ്റി ആക്സിസിലേക്ക് എടുത്താൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് നമുക്ക് കിട്ടും. കാരണം ഇവിടെ ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് മെഷർ ചെയ്യും, ക്വാണ്ടിറ്റി സപ്ലൈയും മെഷർ ചെയ്യും. അത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് എക്സസ് ഡിമാൻഡ് എന്ന് നോക്കാം. അതായത് ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എക്സസ് ഡിമാൻഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. എക്സസ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? എക്സസ് ആയിട്ടുള്ള ഡിമാൻഡ് അധികമാണ്, ഡിമാൻഡ് കൂടി നിൽക്കുന്നു സപ്ലൈനേക്കാളും. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒരു പ്രൈസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് ക്വാണ്ടിറ്റി സപ്ലൈ, ഇവിടെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ ഇത്ര കണ്ട് എക്സസ് ഡിമാൻഡ് അവിടെ വരുന്നുണ്ട്. സോ ഇത്ര കണ്ടവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഡിമാൻഡ് കർവ്, ഡിമാൻഡാണ് മുന്നേ നിൽക്കുന്നത്, കൂടി നിൽക്കുന്നത്. ഇങ്ങോട്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ കൂടി വരുന്നത് ക്വാണ്ടിറ്റി. ഇതൊക്കെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഈ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ എക്സസ് ഡിമാൻഡാണ്. ഓക്കെയാണേ? ദെൻ ഇവിടെ എക്സസ് ഡിമാൻഡ് വരുമ്പോൾ എന്താ ചെയ്യുക? ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിൻ്റ്. അപ്പം ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് എത്തിച്ചേരാൻ എന്ത് ചെയ്യണം? ഈ ഒരു പ്രൈസിൽ
ഇത്ര കണ്ട് എക്സസ് ഡിമാൻഡ് ഉണ്ട്. നമുക്ക് പ്രൈസ് കുറച്ച് കൂട്ടി നോക്കാം. എക്സസ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഡിമാൻഡ് അധികമാണ്. അപ്പം എക്സസ് ഡിമാൻഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ എക്സസ് ഡിമാൻഡാണ്. അപ്പോൾ അത് നേരെ ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യണം? ഇവിടുന്ന് മുകളിലോട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ച് ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പം പ്രൈസ് എന്ത് ചെയ്യണം? കൂടണം. ഇവിടെ വന്നപ്പോഴത്തേക്ക് എക്സസ് ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. വീണ്ടും കുറച്ചുകൂടെ പ്രൈസ് കൂട്ടി, അപ്പം എക്സസ് ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു എക്സസ് ഡിമാൻഡ് കുറഞ്ഞ് വന്ന അവസാനം 0 ആയിട്ട് അവിടെ എക്സസ് ഡിമാൻഡ് ഇല്ല. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവും. അതാണ് ഇക്വിലിബ്രിയം. അവിടെ കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, പ്രൊഡ്യൂസറിന് മാക്സിമം പ്രോഫിറ്റ്. അപ്പം എക്സസ് ഡിമാൻഡ് വരുന്നത് എപ്പോഴും എവിടെയായിരിക്കും? നമുക്ക് ഓൾറെഡി അറിയാം, പ്രൈസ് കുറയുമ്പോഴാണ് നമ്മൾ കൂടുതലും ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം എക്സസ് ഡിമാൻഡ് എപ്പോഴും ഈ ഒരു ഇക്വിലിബ്രിയം പ്രൈസിന് താഴെയാണെന്ന് ഓർക്കുക. പ്രൈസ് കുറഞ്ഞ് നിൽക്കുമ്പോഴാണ് എക്സസ് ഡിമാൻഡ്. അപ്പോൾ എക്സസ് ഡിമാൻഡ് വരുമ്പോൾ തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രൈസ് കൂടണം. അപ്പം എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ആണ്. അപ്പം അങ്ങനെ എക്സസ് ഡിമാൻഡ് വരുമ്പോഴത്തേക്ക് പ്രൈസിന് ഒരു അപ്വാർഡ് പ്രഷറായിരിക്കും. പ്രൈസ് കൂടാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. എന്തിനാണ്? ഇക്വിലിബ്രിയം റീച്ച് ചെയ്യാൻ, ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എക്സസ് സപ്ലൈ എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സസ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള സപ്ലൈ, ഡിമാൻഡിനെക്കാളും സപ്ലൈ കൂടി നിൽക്കുന്നു. ഓക്കെ, ഡിമാൻഡ് ലെസ് ദാൻ സപ്ലൈ അല്ലെങ്കിൽ സപ്ലൈ ഗ്രേറ്റർ ദാൻ ഡിമാൻഡ്. സപ്ലൈ ആണ് കൂടുതൽ. അപ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഹൈ പ്രൈസിലായിരിക്കും പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ സപ്ലൈ ചെയ്യുക. അപ്പം പ്രൈസ് ഹൈ ആയിരിക്കുമ്പം അപ്പോൾ ഓർക്കുക, ഇക്വിലിബ്രിയം പ്രൈസിന് മുകളിലായിരിക്കും എക്സസ് സപ്ലൈ. കാരണം കൂടിയ പ്രൈസിൽ കൂടിയ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ കൂടുതൽ സപ്ലൈ ചെയ്യുന്നു. ആ പ്രൈസ് ആണല്ലോ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നല്ലോ. അപ്പം എക്സസ് സപ്ലൈ എപ്പോഴും ഹൈ പ്രൈസിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് നോക്കാം, ഈ ഒരു പ്രൈസിൽ ഇത്ര കണ്ട് നോക്കൂ, ഇവിടം വരെ ഇത്രയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഇത്രയാണ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. അപ്പോൾ ഇത്ര കണ്ടിട്ട് അവിടെ എക്സസ് സപ്ലൈ ഉണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഇത്ര കണ്ട് എക്സസ് സപ്ലൈ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് വരെ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും പ്രൈസ് കുറയണം. അപ്പം ഇത്ര കണ്ട് പ്രൈസ് കുറച്ചു. അപ്പം ഈ ഒരു എക്സസ് സപ്ലൈയുടെ കണ്ടോ, ആ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞ് വന്ന് എക്സസ് സപ്ലൈ 0 ആയിട്ട് ലാസ്റ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. അവിടെ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആവുന്നു. അപ്പം എക്സസ് സപ്ലൈ ആണെങ്കിൽ പ്രൈസിനൊരു ഡൗൺവാർഡ് പ്രഷറായിരിക്കും ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പം ഇക്വിലിബ്രിയം ആണെങ്കിൽ ഈ 3 പോയിന്റ് ഓർത്തിരിക്കുക. ഇക്വിലിബ്രിയം ആണെങ്കിൽ അവിടെ ഒരു പ്രഷറും പ്രൈസിൽ ഉണ്ടാകത്തില്ല. എക്സസ് ഡിമാൻഡ് ആണെങ്കിൽ ഓവറായിട്ടുള്ള ഡിമാൻഡാണ്, അപ്പോൾ പ്രൈസ് കൂടുന്നു, തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരുന്നു. എക്സസ് സപ്ലൈ ആണെങ്കിലോ ഓവറായിട്ടുള്ള സപ്ലൈ ആണ്, മാർക്കറ്റിൽ പ്രോഡക്റ്റ് കുന്നുകൂടി കിടക്കുന്നു, അപ്പോൾ പ്രൈസ് കുറഞ്ഞ് തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നു. ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് തിയറിയിലേക്ക് പോവാം. ഫസ്റ്റ് 3 തിയറംസ് ആയിട്ടാണ് നമ്മൾ കോബോബ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തേത് നമുക്ക് പറയാം. അപ്പം ഇത് പറയുന്നതിന് മുന്നേ, അതായത് ഞാൻ പറഞ്ഞല്ലോ കുറേ ട്രിക്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തിയറി ക്ലിയർ ആവത്തുള്ളൂ. അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ ഒരു ബേസിക് ആയിട്ടുള്ള എന്താണ് സ്ലോപ്പ്, എന്താണ് ഫ്ലാറ്റി, അപ്പം അതും അല്ലെങ്കിൽ ഈ ഒരു സ്ലോപ്പായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണക്ട് ചെയ്യാന്നൊക്കെ നിങ്ങൾക്കുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പക്ഷേ അതറിയാത്ത കുറച്ച് പേരുണ്ടാവും. അപ്പം അത് അവർക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം അല്ലെങ്കിൽ നമ്മൾ ഫണ്ടമെൻ്റൽ കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. സോ ഇവിടെ നമ്മൾ ഒന്നാമത്തെ തിയറത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കണം? ലെസ് ആയിരിക്കണം. അപ്പം ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് ലെസ് ആയിരിക്കുമ്പം, അതായത് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഈസ് ലെസ് ദാൻ സ്ലോപ്പ് ഓഫ് ദ സപ്ലൈ കർവ്, ദെൻ ദ ഇക്വിലിബ്രിയം ഈസ് സ്റ്റേബിൾ എന്ന് പറഞ്ഞു. ഇതുകൂടെ ഓർത്തിരിക്കുക. ഇക്വിലിബ്രിയം സ്റ്റേബിൾ ആകുന്നത് ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കാരണം ഇക്വിലിബ്രിയം അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയത്തിൽ നിന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ ആ ഒരു സിസ്റ്റം സ്റ്റേബിളാണ്, ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേബിളാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം എന്താണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇനി എന്താണ് ഡിമാൻഡ് കർവ്, ഫ്ലാറ്റി, സപ്ലൈ കർവ്, സ്റ്റീപ്പി എന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് സ്റ്റീപ്പി, എന്താണ് ഫ്ലാറ്റി എന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ ഒരു വേർട്ടിക്കൽ ലൈൻ, ഓക്കെ, ഒരു 1 പോലെ ഒരു വേർട്ടിക്കൽ ലൈനിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റീപ്പി. ഓക്കെ ആണേ, ഇത് നമ്മുടെ സ്റ്റീപ്പി ആയിട്ടുള്ള കർവ്. ഇതിന് സ്ലോപ്പ് കൂടുതലായിരിക്കും സ്റ്റീപ്പി, കാരണം ഇവിടെ ഈ ഒരു പോയിന്റിൽ ഒരു ബോളോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നേരെ പെട്ടെന്ന് ചരിവ് കൂടുതലാണ്, സ്ലോപ്പ് കൂടുതലാണ്, പെട്ടെന്ന് താഴേക്ക് വരും. അപ്പം സ്റ്റീപ്പി ആയിട്ടുള്ള കർവിന് എന്തായിരിക്കും? സ്ലോപ്പ് കൂടുതലായിരിക്കും. ദെൻ ഫ്ലാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ,
ഒരു ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഇതിന് നമ്മൾ ലൈറ്റായിട്ടൊന്ന് ചരിക്കുന്നു. ഇതാണ് ഒത്തിരി പരന്നത്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റി. ഇവിടെ ഒരു ബോളോ എന്തെങ്കിലും വെച്ചാൽ വളരെ പെട്ടെന്ന് വരത്തില്ല. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്റ്റീപ്പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് വരത്തില്ല, കുറച്ചുകൂടി സമയമെടുത്ത് താഴേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഫ്ലാറ്റി ആയിട്ടുള്ള കർവിന് സ്ലോപ്പ് കുറവായിരിക്കും, സ്റ്റീപ്പി ആണെങ്കിൽ അതിന് സ്ലോപ്പ് കൂടുതലായിരിക്കും. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. സ്റ്റീപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിഞ്ഞതാണ്, അതിന് ചരിവ് കൂടുതലായിരിക്കും. അപ്പം സ്റ്റീപ്പിയാണ്, ചരിവ് കൂടുതലാണ്, സ്ലോപ്പ് കൂടുതലാണ്. സ്ലോപ്പ് എന്ന് വെച്ചാൽ ചരിവ്, അത് കൂടുതലാണ്. ഫ്ലാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരന്നതാണ്. ഓക്കെ, പരന്നിരിക്കുന്നതായതുകൊണ്ട് തന്നെ അതിന് ചരിവ് കുറവാണ്, സ്ലോപ്പ് കുറവാണ്. ഇത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ നിങ്ങളെന്താണ്, ഈ ഒരു എല്ലാ പോയിൻറ്റ്സും എഴുതണ്ട. ഇതിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എഴുതിയാൽ മതിയാവും. രണ്ടെണ്ണം എഴുതിയെങ്കിൽ അതും നല്ലതാണ്. ഒരു പോയിൻ്റ് എഴുതിയാൽ മതിയാവും, കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട. പക്ഷേ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പം അതും കൂടെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തന്നെ പറയുന്നത്. ഈ ഒരു പേര് പോലും കൺവേർജൻറ്റ് ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് എക്സാംസിന് ഏത് രീതിയിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞു. സ്റ്റീപ്പി എന്താണെന്നും ഫ്ലാറ്റി എന്താണെന്നും നമ്മൾ പറഞ്ഞു. ഫ്ലാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ പരത്തി വരയ്ക്കുന്നതാണ്, അതിന് സ്ലോപ്പ് കുറവാണ്. സ്റ്റീപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനെ വരയ്ക്കുന്നതാണ്, അതിന് ചരിവ് സ്ലോപ്പ് കൂടുതലായിരിക്കും. ഇനി ഇതെങ്ങനെ നമുക്ക് ഇലാസ്റ്റിസിറ്റി ആയിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ദ സിസ്റ്റം ഈസ് കൺവേർജൻറ്റ് വെൻ ഇലാസ്റ്റിസിറ്റി, അതായത് സപ്ലൈ ഈസ് ലെസ് ഇലാസ്റ്റിക് ദാൻ ഡിമാൻഡ്. അപ്പം സപ്ലൈ ലെസ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത് അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഇതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. സപ്ലൈ കർവ് നമുക്ക് രണ്ട് കർവ് വരയ്ക്കാം. ഇത് നമ്മൾ സ്റ്റീപ്പി ആയിട്ടുള്ളൊരു സപ്ലൈ കർവ് വരച്ചു. കുറച്ചുകൂടെ സ്റ്റീപ്പി ആയിട്ട് വരയ്ക്കാം. വളരെ കുത്തനെയുള്ള സ്റ്റീപ്പി ആയിട്ടുള്ളൊരു സപ്ലൈ കർവ് നമ്മൾ വരച്ചു. ST എന്ന് നമുക്കതിന് പേര് കൊടുക്കാം, ST. ദെൻ നമ്മൾ വളരെ പരത്തി വളരെ ഫ്ലാറ്റി ആയിട്ടുള്ള ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് വരച്ചു. അതിന് നമുക്ക് SF എന്ന് കൊടുക്കാം, ഫ്ലാറ്റി. ഓക്കെ, ഇനി ഇനിഷ്യലി ഇതാണ് പ്രൈസ് P1. അപ്പം എന്തെങ്കിലുമൊക്കെ എന്താണ് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് കാരണം പ്രൈസ് ഈ P1ൽ നിന്ന് നേരെ കൂടി P2 ആയി. അപ്പം ഈ P2 ആയപ്പം സപ്ലൈയിൽ എന്ത് ചേഞ്ച് ഉണ്ടായെന്ന് അറിയാം. നമുക്ക് നേരെ സപ്ലൈ കർവിലേക്ക് എടുത്ത് നേരെ ക്വാണ്ടിറ്റി ആക്സിസിലേക്ക് നമ്മൾ വരച്ചു, ഇവിടെ നിന്നും വരച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കാം. സ്റ്റീപ്പി ആയിട്ടുള്ള സപ്ലൈ കർവിൽ പ്രൈസിൽ ഒരു ചെറിയൊരു ഇൻക്രീസ് വന്നു. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് മൂലം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് മൂലം ക്വാണ്ടിറ്റി സപ്ലൈഡിൽ ലാർജ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് മോർ ഇലാസ്റ്റിക് ആണെന്നും, പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് മൂലം സപ്ലൈയിൽ സ്മോൾ ആയിട്ടുള്ള ചേഞ്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ലെസ് ഇലാസ്റ്റിക് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, സപ്ലൈ കർവ് സ്റ്റീപ്പി ആയപ്പോൾ ഈ ഒരു സ്റ്റീപ്പി ആയപ്പം പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് മൂലം വളരെ കുറച്ച് ഇത്ര മാത്രമേ ക്വാണ്ടിറ്റി സപ്ലൈഡിൽ ചേഞ്ച് ഉണ്ടായുള്ളൂ. പക്ഷേ സപ്ലൈ കർവ് ഫ്ലാറ്റി ആയിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? പ്രൈസിൽ ഇത്ര കണ്ട് ചേഞ്ച് ഉണ്ടായപ്പോൾ എന്തു ചെയ്തു? പ്രൈസിൽ രണ്ടിടത്തും ഒരേ സെയിം ചേഞ്ചാണ് ഉണ്ടായത്, പക്ഷേ ഇത്ര കണ്ട് ക്വാണ്ടിറ്റി സപ്ലൈ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഏതാണ് മോർ ഇലാസ്റ്റിക്? ഫ്ലാറ്റി ആയിട്ടുള്ള സപ്ലൈ കർവാണ് മോർ ഇലാസ്റ്റിക്. ഇത് മനസ്സിലാക്കിയ സപ്ലൈ കർവ് ഫ്ലാറ്റി ആകുമ്പോഴാണ് മോർ ഇലാസ്റ്റിക്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സപ്ലൈ കർവ് എന്താണ്? സ്റ്റീപ്പി ആണ്. സപ്ലൈ കർവ് സ്റ്റീപ്പി ആവുക എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ, സപ്ലൈ കർവ് സ്റ്റീപ്പി ആകുമ്പോൾ അത് ലെസ് ഇലാസ്റ്റിക് ആണ്. ഇത്ര കണ്ട് മാത്രമേ ക്വാണ്ടിറ്റി സപ്ലൈയിൽ ചേഞ്ച് ഉള്ളൂ. അപ്പം സപ്ലൈ കർവ് സ്റ്റീപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ഇലാസ്റ്റിക് ആണ്. അപ്പം നമ്മൾ ഫിഗർ എങ്ങനെ വരയ്ക്കണം അതും കൂടെ പറഞ്ഞു തരാം. നോക്കൂ, നമ്മൾ ലെസ് ഇലാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റീപ്പി ആയിട്ടുള്ള കുത്തനെയുള്ള ഒരു അപ്വാർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് നമ്മളിവിടെ വരച്ചു. ദെൻ ഡിമാൻഡ് കർവ് എങ്ങനെയാണ്? ഡിമാൻഡ് കർവ് അപ്പോൾ മോർ ഇലാസ്റ്റിക് ആയിരിക്കും. സപ്ലൈ കർവ് ലെസ് ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ് മോർ ഇലാസ്റ്റിക് ആയിരിക്കും. വളരെ ഫ്ലാറ്റി ആയിട്ടുള്ളൊരു ഡിമാൻഡ് കർവ് നമ്മൾ വരയ്ക്കണം. നോക്കൂ, വളരെ ഫ്ലാറ്റി ആയിട്ട് പരത്തിയൊരു ഡിമാൻഡ് കർവ് നമ്മൾ വരച്ചു. ഇനി ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പം ഇക്വിലിബ്രിയം പ്രൈസിൽ നിന്ന് ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി. പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസിൽ നിന്ന് ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ്, ഇത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പം അവിടുന്ന് മാർക്കറ്റിൽ എന്തൊക്കെയോ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായത് മൂലം പ്രൈസ് ഇൻക്രീസ് ചെയ്തത് ഇവിടെ വന്നു. ഇപ്പം ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാറി, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ അല്ല, ഇവിടെ എക്സസ് സപ്ലൈ ആണ്. നോക്ക്, അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്തോ ചെയ്തു? ഇത്ര കണ്ട് ക്വാണ്ടിറ്റി സപ്ലൈയിൽ ഡിഫറൻസ് വന്നു. ദെൻ ഇവിടുന്ന് നേരെ താഴേക്ക് എടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു,
ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. സോറി, ഒന്നുകൂടി സിമ്പിളാക്കി വരച്ചു തരാമേ. ഇതാ നോക്കൂ, വളരെ ലെസ് ഇലാസ്റ്റിക് ആയിട്ട് സ്റ്റീപ്പി ആയിട്ടൊരു അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് നമ്മൾ വരച്ചു. വളരെ ഫ്ലാറ്റി ആയിട്ട് മോർ ഇലാസ്റ്റിക് ആയിട്ട് നമ്മളൊരു ഡിമാൻഡ് കർവും വരച്ചു. ദെൻ ഇത് നമ്മുടെ ഇക്വിലിബ്രിയം പോയിൻ്റ്. അപ്പം പ്രൈസിലൊരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി, ഇക്വിലിബ്രിയം അവിടെ നിന്ന് എന്തോ ചെയ്തു, ചേഞ്ചായി. അപ്പം ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്നു, ഇതാ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ ഇവിടെ ഇവിടെ. ഇതാ നോക്കൂ, നമ്മളിത് വരയ്ക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ. ഒരു ചെലന്തി വലയുടെ രൂപം പോലെ ഫീൽ ചെയ്യുന്നില്ല, ഇത് ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ പോകും. അപ്പോൾ നമ്മൾ ഈ കർവ് ഇങ്ങനെ വരച്ചാൽ മാത്രമേ ഇത് ഇങ്ങനെ കിട്ടത്തുള്ളൂ. അതല്ലാണ്ട് നമ്മൾ തിരിച്ച് വരയ്ക്കാമെന്ന് വെച്ചോ, അത് നമുക്ക് അടുത്ത കർവിൽ പഠിക്കുമെങ്കിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോവാം. നമ്മൾ തിരിച്ച് വരയ്ക്കുന്നു, വളരെ പരത്തി ഫ്ലാറ്റി ആയിട്ടുള്ളൊരു സപ്ലൈ കർവും, സോറി, ഇതാ നോക്കൂ, തിരിച്ച് നമ്മൾ വരയ്ക്കുകയാണ്. ഫ്ലാറ്റി ആയിട്ടുള്ളൊരു സപ്ലൈ കർവും സ്റ്റീപ്പി ആയിട്ടുള്ളൊരു ഡിമാൻഡ് കർവ് നമ്മൾ വരയ്ക്കാമെന്ന് വിചാരിച്ചോ. എന്നിട്ട് ഇതാ പ്രൈസിലൊരു ചേഞ്ച് ഉണ്ടായത്. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കൂടുതൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് അകലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിസ്റ്റം സ്റ്റേബിളായി ഈ ഒരു രീതിയിൽ തന്നെ ഫിഗർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വരയ്ക്കണം. ലെസ് ഇലാസ്റ്റിക് ആയിട്ട് സ്റ്റീപ്പി ആയിട്ടുള്ള സപ്ലൈ കർവും മോർ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഫ്ലാറ്റി ആയിട്ടുള്ള ഡിമാൻഡ് കർവും വരയ്ക്കണം. ഇനി നമുക്ക് നേരെ ഫിഗറിലേക്ക് പോകാം. ഇനി നിങ്ങൾക്ക് ഫിഗർ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇതാ നോക്കൂ, ഇവിടെ ഇനിഷ്യലി ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഫിഗർ ഒന്നുകൂടെ വലുതാക്കി നോക്കാം. ഓക്കെ, ഇനിഷ്യലി ഇക്വിലിബ്രിയമാണ്. ഓക്കെ, അപ്പം ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്നു. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്നു. ഇവിടെ ഇതാ OP ആണ് ഇക്വിലിബ്രിയം പ്രൈസ്, OQ ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇത്ര നമ്മൾ കണ്ടു. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റീസൺസ് കൊണ്ട്, മാർക്കറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് കൊണ്ട് പ്രൈസ് എന്തോ ചെയ്തു, ഇൻക്രീസ് ചെയ്തു. OP5 ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പം OP5ലുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കർവിൽ നേരെ താഴേക്കൊരു ലൈൻ എടുത്തു. അപ്പം OQ1 ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, സപ്ലൈ ആണെങ്കിലോ അതാ ഇത്ര കണ്ട് OQ5 ആണ് ക്വാണ്ടിറ്റി സപ്ലൈ. അപ്പം T ടൈം പീരീഡിലാണ് നമ്മുടെ ഇക്വിലിബ്രിയം. സപ്പോസ് 2024 ഇക്വിലിബ്രിയം ടൈം പീരീഡ്. അപ്പോൾ 2024 പ്രൈസ് P5 ആകുന്നത്. അപ്പം അതിന് ആനുപാതികമായിട്ട് സപ്ലൈ എന്തോ ചെയ്തു, Q5 ആയിട്ട് ക്വാണ്ടിറ്റി സപ്ലൈ ഇൻക്രീസ് ചെയ്തത് 2025 അതായത് T+1 ടൈം പീരീഡിലാണ്. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ പ്രൈസ് കൂടി, ഇവിടെ സപ്ലൈ ആണ് കൂടി നിൽക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഇത്ര കണ്ട് എക്സസ് സപ്ലൈ വന്നു. അപ്പം എക്സസ് സപ്ലൈ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്താണെന്ന് പറഞ്ഞത്, പ്രൈസിന് ഡിക്രീസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ്. പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇതാ ഇങ്ങോട്ടേക്ക് ഇത്ര കണ്ട് ഡിക്രീസ് ചെയ്തു. P5 P1 കണ്ട് പ്രൈസ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ പ്രൈസ് ഇതാ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു പ്രൈസിലുള്ള ക്വാണ്ടിറ്റി സപ്ലൈ ഡിമാൻഡ് നമുക്ക് നോക്കാം. ഈ ഒരു P1 പ്രൈസിൽ Q5 ആണ്, ഈ Q5 ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതുപോലെ തന്നെ P1 പ്രൈസിൽ Q1 ആണ്, സോറി P1 പ്രൈസിൽ Q1 അല്ല, ഇവിടെ നോക്കൂ, ഇതാണ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഈ ഒരു P1 പ്രൈസിൽ ഈ Q2 ആണ് ക്വാണ്ടിറ്റി സപ്ലൈ. അപ്പം Q5 ക്വാണ്ടിറ്റി ഡിമാൻഡ്, Q2 ആണ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. P1 പ്രൈസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാ. P1 പ്രൈസിൽ Q2 ക്വാണ്ടിറ്റി സപ്ലൈ, Q5 ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പം ക്വാണ്ടിറ്റി ഡിമാൻഡാണ് കൂടി നിൽക്കുന്നത്. അപ്പം ഇത്ര കണ്ട് നമ്മൾ പറഞ്ഞു എക്സസ് ഡിമാൻഡാണ്. അപ്പം ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ എന്ന് പറയുമ്പോൾ അവിടെ എക്സസ് ഡിമാൻഡാണ്. എക്സസ് ഡിമാൻഡ് വന്നു, ഇത്ര കണ്ട് എക്സസ് ഡിമാൻഡ് വന്നു. അപ്പോൾ എക്സസ് ഡിമാൻഡ് വന്നപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, എക്സസ് ഡിമാൻഡ് ആണെങ്കിൽ പ്രൈസിനൊരു അപ്വാർഡ് പ്രഷറാണ്, പ്രൈസ് ഇൻക്രീസ് ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പ്രൈസ് എത്ര കണ്ട് ഇൻക്രീസ് ചെയ്തു, ഈ P1 P4 കണ്ടത് ഇത്ര കണ്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി
സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. എത്ര കണ്ട് ക്വാണ്ടിറ്റി സപ്ലൈ ഇൻക്രീസ് ചെയ്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നോക്കൂ. ഇതാണ് ക്വാണ്ടിറ്റി സപ്ലൈ ഇൻക്രീസ് ചെയ്തതാ. ഈ ഒരു P4 പ്രൈസ് ഇൻക്രീസ് ചെയ്ത് P4 ആയി. P4 പ്രൈസിൽ Q2 ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഈ ഒരു പ്രൈസിൽ Q4 ആണ് ക്വാണ്ടിറ്റി സപ്ലൈ. ഇതാ നോക്കൂ, ഇത്ര കണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു T+1 ടൈം പീരീഡിൽ പ്രൈസ് ഇൻക്രീസിന് ആനുപാതികമായിട്ട് T+2 നെക്സ്റ്റ് ടൈം പീരീഡ്. ഓക്കെ, 2024 നമ്മൾ ബേസ് ആയിട്ട് എടുത്തത്, ഇക്വിലിബ്രിയം ഇയർ ആയിട്ട് എടുത്തെങ്കിൽ 2 വർഷം കൂടി 2026 ഈ ഒരു P4 എന്ന് പറയുന്ന പ്രൈസിന് ആനുപാതികമായിട്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ തൊട്ടടുത്ത സ്ലൈഡിൽ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത്ര കണ്ട് എക്സസ് സപ്ലൈ വന്നു ഇല്ലേ. അപ്പം ആ എക്സസ് സപ്ലൈയുടെ ഫലമായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സസ് സപ്ലൈ വരുമ്പോഴത്തേക്ക് പ്രൈസിനൊരു ഡൗൺവേർഡ് പ്രഷറാണ്. പ്രൈസ് കുറയുന്നു. എത്ര കണ്ട് കുറയുന്നു? P4 P1 ഇത്ര കണ്ട് കുറയുന്നു. ഓക്കെ, P4 P1 അല്ല, സോറി, P4 P2 ഇത്ര കണ്ട് പ്രൈസ് എഗെയിൻ കുറയുന്നു. അങ്ങനെ പ്രൈസ് കുറയുന്നു. പ്രൈസ് കുറയുമ്പോൾ വീണ്ടും എന്ത് വരും? പ്രൈസ് കുറഞ്ഞ് ഇവിടുത്തെ ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ P2 പ്രൈസിൽ Q4 നോക്കൂ, ക്വാണ്ടിറ്റി സപ്ലൈഡ് കാണിച്ചു തരാം. P2 പ്രൈസ് ഈ P2 പ്രൈസിൽ എത്രയാണ് ക്വാണ്ടിറ്റി സപ്ലൈ? Q3 ആണ് ക്വാണ്ടിറ്റി സപ്ലൈ. സപ്ലൈക്കറുകൾ നേരെ താഴേക്ക് എടുത്തു. Q3 ആണ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണ്? Q4. അപ്പം Q3 Q4 കണ്ടവിടെ എക്സസ് ഡിമാൻഡ് വന്നു. എക്സസ് ഡിമാൻഡ് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? അവിടെ നിന്ന് നേരെ വീണ്ടും പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം അങ്ങനെ പ്രൈസ് ഇൻക്രീസ് ചെയ്തതാ ഇവിടെ എത്തി. എവിടെ എത്തി? ഇക്വിലിബ്രിയം പ്രൈസിൽ Pയിൽ തന്നെ വന്നു. അപ്പം അവിടെ വന്നപ്പോഴത്തേക്ക് ഇത് ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വലായി. അവിടെ എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും 0 ആണ്. അപ്പോൾ സിസ്റ്റം നേരെ തിരിച്ചെങ്ങോട്ടേക്ക് വന്നു? ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ എത്തി. അപ്പം ഇവിടെ സിസ്റ്റം സ്റ്റേബിളാണ്. ഇക്വിലിബ്രിയത്തിൽ നിന്നൊരു ഡീവിയേഷൻ ഉണ്ടായാലും സിസ്റ്റം തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ എത്തുമ്പോൾ സ്റ്റേബിളാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഇതാണ് എന്ത്? കൺവേർജൻ്റ് കർവ് അല്ലെങ്കിൽ ഡാംപ്ഡ് ഓസിലേഷൻ. പേര് തന്നെ ഉണ്ട് കൺവേർജൻ്റ്. അപ്പം അത് തിരിച്ച് ചുരുങ്ങി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു എക്സസ് ഡിമാൻഡിൻ്റെയും അതുപോലെ തന്നെ പ്രൈസിൻ്റെയും ഒക്കെ ആ ഒരു ചേഞ്ച്, ആ ഒരു ചേഞ്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ് വരികയാണ് ചെയ്തത്. കണ്ടോ, ഇത്രയും എക്സസ് ഡിമാൻഡായിരുന്നു ആദ്യം. നെക്സ്റ്റ് പീരീഡ് ആയപ്പോഴത്തേക്ക് എക്സസ് സപ്ലൈ ആയിരുന്നു ഇത്ര. നെക്സ്റ്റ് പീരീഡ് ആയപ്പം ഇത്ര എക്സസ് ഡിമാൻഡായി. പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസും കുറഞ്ഞു. സപ്ലൈയിലും പ്രൈസിലും ഒക്കെ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കുറഞ്ഞ് വന്നിട്ട് അത് 0 ആയിട്ട് ലാസ്റ്റ് തിരിച്ച് ഇക്വിലിബ്രിയം തന്നെ റീസ്റ്റോർ ചെയ്യുന്നു. അതാണ് സിസ്റ്റം കൺവേർജൻ്റ് ആവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആവുന്നു എന്ന് പറയുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ തിയറം നോക്കാം. ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒന്നുകൂടി പറയുന്നില്ല, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഡിവേർജൻ്റ് കർവ് വെബ്, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോസീവ് ഓസിലേഷൻ എന്ന് വിളിക്കുന്നു. അപ്പം ഇനി ആദ്യമേ നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവാം. നോക്കൂ, അതായത് ഡിമാൻഡ് കർവ് സ്റ്റീപ്പി ആവണം. ഡിമാൻഡ് കർവ് സ്റ്റീപ്പി എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് മോറാണ്, കൂടുതലാണ്, സ്റ്റീപ്പി ആണ്, ചരിവ് കൂടുതലാണ്. അതുപോലെ തന്നെ സപ്ലൈ കർവ് എന്തായിരിക്കണം? ഫ്ലാറ്റി ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ആണ്. അപ്പം അവിടെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? സപ്ലൈ ഫ്ലാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്ലാറ്റി ആയിരിക്കും. അപ്പം സപ്ലൈ മോർ ഇലാസ്റ്റിക് ആയിരിക്കും, ഡിമാൻഡ് ലെസ് ഇലാസ്റ്റിക്കും ആയിരിക്കും. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഫിഗർ എങ്ങനെ വരാമെന്ന് നോക്കാം. വരച്ച് പറഞ്ഞുതരാം. സപ്ലൈ കർവ് എങ്ങനെയായിരിക്കണം? ഫ്ലാറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കണം. അപ്പോൾ വളരെ പരത്തിയൊരു സപ്ലൈ കർവ് നമ്മൾ വരയ്ക്കുന്നു. അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് വരച്ചു. ഡിമാൻഡ് കർവ് എങ്ങനെയാണ്? ലെസ് ഇലാസ്റ്റിക് ആണ്, സ്റ്റീപ്പി ആണ്. അപ്പം ഒരു സ്റ്റീപ്പി ആയിട്ടുള്ളൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് നമ്മൾ വരച്ചു. ഇനി ഇതാണ് ഇനിഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റ്. എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻസ് മൂലം അവിടെ നിന്ന് ഇക്വിലിബ്രിയം അവിടെ നിന്ന് മൂവ് ചെയ്തു. അപ്പം ഇവിടെ വന്നു. അപ്പം ഇവിടെ എത്ര കണ്ട് എക്സസ് സപ്ലൈ വന്നു. അപ്പം എക്സസ് സപ്ലൈ വന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അവിടെ പ്രൈസ് ഇത്ര കണ്ട് കുറഞ്ഞു. പ്രൈസ് കുറഞ്ഞപ്പോൾ അവിടെ വീണ്ടും എക്സസ് ഡിമാൻഡ് വന്നു. എക്സസ് ഡിമാൻഡ് വന്നപ്പോൾ വീണ്ടും പ്രൈസ് കൂടി. എഗൈൻ എക്സസ് സപ്ലൈ, ദെൻ പ്രൈസ് കുറഞ്ഞു, വീണ്ടും എക്സസ് ഡിമാൻഡ്, പ്രൈസ് കൂടി. ഇതാ കണ്ടോ, ഈ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ പോയി ഇതായിരുന്നു ഇനിഷ്യൽ ഇക്വിലിബ്രിയം. ഇപ്പം നമ്മളിതാ ഇവിടെയാണ് നിൽക്കുന്നത്. ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ദൂരേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ, അപ്പം സിസ്റ്റം എന്താണ്? അൺസ്റ്റേബിൾ ആണ്. സിസ്റ്റം അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇക്വിലിബ്രിയത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ഫോഴ്സ് കാരണം ഇക്വിലിബ്രിയത്തിൽ നിന്നൊരു മൂവ്മെൻറ്റ്, ഒരു വ്യതിചലനം ഉണ്ടായാൽ സിസ്റ്റം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഒരിക്കലും തിരിച്ചു വരില്ല. അവിടുന്ന് ഫർദർ ആൻഡ് ഫർദർ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും.
അതാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടല്ലോ വരച്ചപ്പോൾ കൂടുതൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് അകലേക്ക് പോവുകയാണ്, അകന്നകന്ന് പോവുകയാണ്. അപ്പം അത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അതെപ്പോഴാണ് വരിക? അൺസ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ സപ്ലൈ മോർ ഇലാസ്റ്റിക് ആവണം, ഡിമാൻഡ് ലെസ് ഇലാസ്റ്റിക് ആവണം. സപ്ലൈ മോർ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ സപ്ലൈ കർവ് വളരെ ഫ്ലാറ്റി ആയിട്ട് വരയ്ക്കുന്നു, ഡിമാൻഡ് കർവ് സ്റ്റീപ്പി ആയിട്ടും വരയ്ക്കുന്നു. സ്റ്റീപ്പി എന്ന് വെച്ചാൽ സ്ലോപ്പ് കൂടുതലാണ്, ഫ്ലാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് കുറവാണ്. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് നേരെ ഫിഗറിലേക്ക് പോവാം. ഇവിടെ നോക്കൂ, ഇവിടെ സപ്ലൈ ഫിഗർ നമുക്ക് വലുതാക്കി നോക്കാം. ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇതാ നോക്കൂ, ഇനിഷ്യലി ഇക്വിലിബ്രിയം പോയിന്റിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻസ് കാരണം ഇക്വിലിബ്രിയം ഇവിടെ വന്നു, ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചേഞ്ച് ഉണ്ടായി. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പ്രൈസിലെത്തി, ഈ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഇത്ര കണ്ട് എക്സസ് സപ്ലൈ വന്നു. എക്സസ് സപ്ലൈ വന്നപ്പോൾ പ്രൈസ് നേരെ കുറഞ്ഞു. നെക്സ്റ്റ് പീരീഡിലാണ് ഈ ഒരു പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഉണ്ടാകുന്നത്. ദെൻ എഗൈൻ പ്രൈസ് കുറഞ്ഞപ്പം ഇത്ര കണ്ട് എക്സസ് ഡിമാൻഡ് വന്നു. ദെൻ എഗൈൻ എന്തൊരു എക്സസ് ഡിമാൻഡ് കൂടി നിൽക്കുന്നു. എക്സസ് ഡിമാൻഡ് ആകുമ്പോൾ പ്രൈസിൻ്റെ ഒരു അപ്വാർഡ് പ്രഷറാണ് കൂടാൻ വേണ്ടിയിട്ട് പ്രൈസ് ഇത്ര കണ്ട് ഇൻക്രീസ് ചെയ്തു. എഗൈൻ എന്തോ ചെയ്തു, പ്രൈസ് കൂടിയപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കർഷകർ സപ്ലൈ കൂട്ടി. ഇത്ര കണ്ട് സപ്ലൈ കൂടി, എഗൈൻ സപ്ലൈ കൂടി. മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ് ഇങ്ങനെ കിടക്കുകയാണ്, എങ്ങനെയാലും വിറ്റഴിക്കണം. കർഷകർ എന്തോ ചെയ്തു, പ്രൈസ് ഇത്ര കണ്ട് കുറച്ചു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ഈ എക്സസ് സപ്ലൈയുടെ മാഗ്നിറ്റ്യൂഡ് ഇത്രയായിരുന്നു. എഗൈൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് പ്രൈസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറച്ചുകൂടെ, പ്രൈസ് ഡിക്രീസ് ചെയ്ത് കുറച്ചുകൂടെ കൂടുതലായി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആ ചേഞ്ച്. ഇത് കുറച്ചുകൂടെ കൂടി, ഇത് കുറച്ചുകൂടെ കൂടി, ഇത് വീണ്ടും കൂടി. കണ്ടോ, ഈ ഒരു പ്രൈസിലും ക്വാണ്ടിറ്റി സപ്ലൈയിലും ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഉണ്ടാകുന്ന ആ ഒരു മാഗ്നിറ്റ്യൂഡ്, ചേഞ്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരികയാണ്. ഇങ്ങനെ കൂടി വന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം ഇൻഡെഫിനിറ്റ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരിക്കലും തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് വരത്തില്ല. സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. ഓക്കെ ആണേ. ദെൻ നമുക്ക് അടുത്ത മൂന്നാമത്തെ തിയറത്തിലേക്ക് പോവാം. ഈ പറഞ്ഞ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ദെൻ നെക്സ്റ്റ് എന്താണ് കണ്ടിന്യൂസ് കർവ്? ഇത് വരയ്ക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു വഴി പറഞ്ഞുതരാം. നിങ്ങളല്ലാണ്ട് എങ്ങനെ വരച്ചാലും കിട്ടാൻ ചാൻസ് കുറവാണ്. ഈസി ആയിട്ട് വരയ്ക്കാൻ പറഞ്ഞുതരാം. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഇനി നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കണം. 4 വശവും ഏകദേശം ഒരുപോലെ, നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ കിട്ടും. ഒരുപോലെ ആക്കിയ ഒരു സ്ക്വയർ വരച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ കൂടെ തന്നെ, ആ ഒരു സ്ക്വയറിൻ്റെ കോർണറിൽ കൂടെ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈഡ് വരച്ചു. ഇതിലേക്കൂടെ നമ്മൾ എന്ത് ചെയ്തു, ക്വാണ്ടിറ്റി ചെറിയ ചേഞ്ചസ് ഉണ്ടാവും, നിങ്ങൾ കറക്റ്റ് സ്കെയിൽ വെച്ച് വരയ്ക്കണേ. ഡിമാൻഡും വരച്ചു. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഓക്കെ. ഇവിടെ കണ്ടിന്യൂസ് കർവ് അല്ലെങ്കിൽ പെർപ്പച്വൽ ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പും സപ്ലൈ കർവിൻ്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും. ഈക്വൽ സ്ലോപ്പായിട്ട് വരയ്ക്കണം. അത് ഈക്വലായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആദ്യം സ്ക്വയർ വരച്ചിട്ട് ഈ കോർണറിൽ കൂടെ പോകുന്ന രീതിയിൽ ഇതുപോലെ വരയ്ക്കണം എന്ന് പറഞ്ഞത്. കണ്ടോ, അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു ഫിഗർ ഇങ്ങനെ തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ അവിടെ ഈ ഒരു കണ്ടിന്യൂസ് കർവ് അല്ലെങ്കിൽ പെർപ്പച്വൽ ഓസിലേഷനെ നമ്മൾ നോൺ ഡാംപ്ഡ് ഓസിലേറ്റിംഗ് എന്നും പറയുന്നുണ്ട്. അതും ഓർത്തിരിക്കുക. അവിടെ എന്താണ്, രണ്ടിൻ്റെയും സ്ലോപ്പ് സെയിം ആണ്. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ഈക്വൽ ആയിരിക്കും. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ നോക്കൂ, P2 ആണ്. ഫിഗർ വലുതാക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഇക്വിലിബ്രിയം, ഈ ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. അവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആണ്. P2 ഇക്വിലിബ്രിയം പ്രൈസ്, OQ2 ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അവിടെ ക്വാണ്ടിറ്റി സപ്ലൈഡും OQ2 ആണ്, ക്വാണ്ടിറ്റി ഡിമാൻഡും OQ2 ആണ്. ഓക്കെ. അതാണ് പറയുന്നത്. അവിടെ രണ്ടും ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആണ്. ഇത്ര മാത്രം. ദെൻ പ്രൈസ് എന്തോ ചെയ്തു, ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഈ ഒരു P2ൽ നിന്ന് P3 ആയിട്ട് OP3 ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. പ്രൈസ് കൂടിയതിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്തു, നെക്സ്റ്റ് പീരീഡിൽ സപ്ലൈ കൂടി. ഇവിടെ എക്സസ് സപ്ലൈ ആയി. അപ്പം എക്സസ് സപ്ലൈ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, സപ്ലൈ കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് ഡൗൺവാർഡ് മൂവ്മെൻ്റ് ആണ്. പ്രൈസ് ഇത്ര കണ്ട് കുറഞ്ഞു. പ്രൈസ് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഡിമാൻഡ് കൂടി. ഇതാ നോക്കൂ, Q3 ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, Q1 ആണ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഡിമാൻഡ് കർവിൽ നിന്ന് നേരെ താഴേക്ക് എടുത്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ്, സപ്ലൈ കർവിൻ്റെ ആ ഒരു പർട്ടിക്കുലർ പ്രൈസിന് ആനുപാതികമായിട്ട് താഴേക്ക് എടുത്തപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് കിട്ടി. അപ്പോൾ Q1 Q3 കണ്ട് അവിടെ എക്സസ് ഡിമാൻഡ് വന്നു. അപ്പോൾ എക്സസ് ഡിമാൻഡ് വരുമ്പോഴത്തേക്ക് പ്രൈസ് കൂടും. എത്ര കണ്ട് പ്രൈസ് കൂടി, P1 P3 കണ്ട് ഈ ഒരു മാഗ്നിറ്റ്യൂഡ് കണ്ട് പ്രൈസ് കൂടി. പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, സപ്ലൈ കൂടും. അവിടെ അപ്പം ഇത്ര കണ്ട് ഈ ഒരു മാഗ്നിറ്റ്യൂഡ് Q1 Q3 കണ്ട് സപ്ലൈ കൂടി. സപ്ലൈ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു,
പ്രൈസ് ഇതാ എഗൈൻ കുറഞ്ഞു. അപ്പോൾ ഈ ഒരു സപ്ലൈയിലും ക്വാണ്ടിറ്റി ഡിമാൻഡിലും പ്രൈസിലും ഉണ്ടാകുന്ന ചേഞ്ച് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതായത് സെയിം ഒരു ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു എക്സസ് സപ്ലൈയുടെ ഡിസ്റ്റൻസും എക്സസ് ഡിമാൻഡിൻ്റെ ഡിസ്റ്റൻസും പ്രൈസ് ഡിക്രീസിൻ്റെയും പ്രൈസ് ഇൻക്രീസിൻ്റെ എല്ലാം ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഇക്വിലിബ്രിയം റീസ്റ്റോർ ചെയ്യത്തില്ല. ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റിന് ചുറ്റുമായിട്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ ആണേ. അപ്പം ഇതാണ് അൺഡാംപ്ഡ് ഓസിലേറ്റിംഗ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ കണ്ടിന്യൂസ് കോബൂബർ അല്ലെങ്കിൽ പെർപെച്വൽ ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രേ ഉള്ളൂ ഈ തിയറി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങളിത് വരച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ദെൻ നമുക്കിതിൻ്റെ ഫൈനലി ലിമിറ്റേഷൻസും കൂടെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കോബൂബർ തിയറിയുടെ ഒന്നാമത്തെ ലിമിറ്റേഷൻ പറയുന്നത് നമ്മൾ പറഞ്ഞതാണ്, എന്താണ്, കറണ്ട് പീരീഡിലെ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് പീരീഡിലെ പ്രൈസിൻ്റെ നെക്സ്റ്റ് പീരീഡിലെ പ്രൈസിൻ്റെ ബേസിസിലാണ് പോണത്. അപ്പം ഇത് റിയൽ വേൾഡിൽ ഹാപ്പൻ ചെയ്യുന്നൊരു കാര്യമല്ല. അതായത് അത് അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷനാണ്. പ്രീവിയസ്ലി സംഭവിച്ചതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മൾ ബാക്കിലേക്ക് നോക്കും, ലുക്ക് ബാക്ക്വേർഡ് എന്ന് പറയുന്നത് അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻസ്. അത് റിയലിസ്റ്റിക് അല്ലെന്നാണ് പറയുന്നത്, ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്, ഈ ഒരു പ്രൈസ് ഡിവേർജൻസ് ഉണ്ടല്ലോ, ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ആണ്. ഇക്വിലിബ്രിയത്തിൽ നിന്ന് മൂവ്മെൻറ്റ് ഉണ്ടായാൽ കൂടുതൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് കൂടുതൽ അകലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസ് ഡിവേർജൻസ് അൺറിയലിസ്റ്റിക് ആണ്. അത് എംപിരിക്കലി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു കർഷകൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സപ്ലൈ ഇങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. അതായത് ഇപ്പം പൊട്ടറ്റോ കൃഷി ചെയ്യുന്ന കർഷകനാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആയിരിക്കും. ആ ഒരു മണ്ണ്, അദ്ദേഹത്തിൻ്റെ എക്യുപ്മെൻറ്റ്സ്, കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനൊരു ട്രിക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റി ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തക്കാളിക്ക് പോലെ കൃഷി ചെയ്താൽ ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പം ആ ഒരു സ്പെഷ്യലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതും ഈസി ആയിട്ട് കൾട്ടിവേഷൻ മാറ്റാൻ കഴിയത്തില്ല എന്നാണ് മൂന്നാമത്തെ ലിമിറ്റേഷൻ. ദെൻ നാലാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാമേഴ്സ് എത്ര ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ പ്രൈസിനേക്കാളുപരി അല്ലെങ്കിൽ പ്രൈസിനോടൊപ്പം തന്നെ വേറെ കുറേ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പറയുന്നതിൻ്റെ അത്ര ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ ഒരു ചേഞ്ച് സപ്ലൈയിൽ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചേഞ്ച് സപ്ലൈയിൽ ഉണ്ടാകത്തില്ലെന്നാണ് അടുത്ത ലിമിറ്റേഷൻ. ദെൻ ലാസ്റ്റ് പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ് ഈ എക്സസ് സപ്ലൈ വരുന്ന ടൈമിൽ അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ബഫർ സ്റ്റോക്ക് സൂക്ഷിക്കും. എന്നിട്ട് ഈ ഷോർട്ടേജോ അല്ലെങ്കിൽ എക്സസ് ഡിമാൻഡോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവരിത് സപ്ലൈ ചെയ്യും ഗവൺമെൻറ്. അപ്പം ഗവൺമെൻറ് ഒരു ഇൻ്റർഫിയറൻസ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒരു പരിധി വരെ കുറയ്ക്കും. അതാണ് ലാസ്റ്റ് ലിമിറ്റേഷനായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് തിയറി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കത് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കും. കാരണം കുറേ പേര് ഈ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ. അപ്പം നല്ല കണ്ടൻസും ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്